ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നാണോ? ആദ്യം ഇതുപോലെ മുട്ട എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് വേവിക്കാൻ, എന്നിട്ട് അതിനോട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. മുട്ട പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത് കേട്ടോ. ഒരു 12 മിനിറ്റ് തിളക്കട്ടെ അവിടെ. പിന്നെ ഇതുപോലെ ഒരു പാക്കറ്റ് ബേസൻ എടുക്കുക, അതായത് കടലമാവ്. അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 250 ഗ്രാം ഇടുക. പിന്നെ മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കായത്തിന്റെ പൊടി, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കലക്കുക. എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റും കൂടും കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കുക. അടുത്തത് മുട്ട വെട്ടിപ്പൊളിക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ട എടുത്ത് ഇതുപോലെ സെന്ററായി പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് എല്ലാം മുട്ട എടുത്ത് എന്നിട്ട് ഇതുപോലെ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക. അതിന്റെ കൂടെ കുറച്ച് മല്ലിയിലും കട്ട് ചെയ്യാനാണ്. എന്നിട്ട് അതിലേക്ക് വിനാഗിരിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ആക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മുട്ട ഇതുപോലെ കീറി അങ്ങോട്ട് നിറച്ചു കൊടുക്കുക. അപ്പൊ സംഭവം റെഡി. അപ്പൊ സംഭവം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആവട്ടെ. അപ്പൊ ഓക്കെ.